വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് തൃപ്പൂണിത്തുറ നഗരസഭാ ചെയർമാനായി ബി.ജെ.പിയിലെ അഡ്വക്കേറ്റ് പി.എൽ. ബാബു തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ബി.ജെ.പിക്ക് ആദ്യമായി എറണാകുളത്ത് ഒരു മുനിസിപ്പാലിറ്റി ലഭിക്കുന്നു. അത് തൃപ്പൂണിത്തുറയാണ്. തൃപ്പൂണിത്തുറ ഇനി ബി.ജെ.പി ഭരിക്കും. തൃപ്പൂണിത്തുറ നഗരസഭാ ചെയർമാനായി ബി.ജെ.പിയിലെ അഡ്വക്കേറ്റ് പി.എൽ. ബാബു ആണ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 21 വോട്ട് ബാബുവിന് ലഭിച്ചിട്ടുണ്ട്. തൃപ്പൂണിത്തുറ ബി.ജെ.പി. അങ്ങനെ പാലക്കാട്, തൃപ്പൂണിത്തുറ ഈ 2 മുനിസിപ്പാലിറ്റികളാണ് ബി.ജെ.പി ഭരിക്കാൻ പോകുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ബി.ജെ.പിയെ മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള ക്രോസ് വോട്ടിംഗ് അല്ലെങ്കിൽ ഒരുമിച്ചുള്ള വോട്ടിംഗ് കോൺഗ്രസോ CPM നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഒരിടത്തും നടത്തിയിട്ടില്ല. അതായത് ബി.ജെ.പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള സംവിധാനങ്ങളൊക്കെ പണ്ട് അത്തരത്തിലൊക്കെയുള്ള സംവിധാനങ്ങളിലേക്കൊക്കെ 2 മുന്നണികൾ പോയിരുന്നെങ്കിൽ ഇത്തവണ ഒരിടത്തും അങ്ങനെ ഒരു സംവിധാനമില്ല. ജനവിധി മാനിക്കും, ജനവിധിയെ അട്ടിമറിക്കുന്ന യാതൊരു കാര്യത്തിനും ഇല്ല എന്ന് കോൺഗ്രസും CPM ഒരേപോലെ നിലപാടെടുത്തത് കൊണ്ട് തന്നെ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലൊന്നും ആ തരത്തിലൊരു കൂട്ടുകെട്ട് ഉണ്ടായിട്ടില്ല. രാഗിൻ ചേരുന്നുണ്ട് തൃപ്പൂണിത്തുറയിൽ നിന്ന്. 18-21 വോട്ടിന് രാഗിൻ തൃപ്പൂണിത്തുറ ബി.ജെ.പി പിടിച്ചിരിക്കുന്നു. 2ാം റൗണ്ടിൽ നിന്ന് UDF വിട്ടുനിന്നോ? 2ാം റൗണ്ടിൽ UDF വിട്ടുനിന്നു. അതോടൊപ്പം തന്നെ LDF 20 അംഗങ്ങളാണ് LDFിനുണ്ടായിരുന്നത്. അതിൽ 18 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അതായത് 2 വോട്ട് അസാധുവായി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ബി.ജെ.പിക്ക് NDAക്ക് 21 വോട്ട് കിട്ടി. അങ്ങനെ NDAയിലെ അഡ്വക്കേറ്റ് P.L. ബാബു ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് P.L. ബാബുവിൻ്റെ. ഏതായാലും ചരിത്രത്തിൽ ആദ്യമായാണ് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ ബി.ജെ.പി അധികാരത്തിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ തവണ 2ാം കക്ഷിയായിരുന്നു ബി.ജെ.പി. ഇത്തവണ 1ാം കക്ഷി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബി.ജെ.പി വന്നു. പക്ഷേ ഒരംഗത്തിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ബി.ജെ.പി വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ വോട്ടെടുപ്പ് 2ാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ 21 അംഗങ്ങൾ ബി.ജെ.പിക്ക് ഉള്ള അംഗങ്ങൾ ആ വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട്. 21 വോട്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ LDFിന് 18 വോട്ടുകൾ, 2 വോട്ടുകൾ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. അത് 2 വോട്ട് അസാധുവായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. UDF 2ാം റൗണ്ടിൽ പങ്കെടുത്തില്ല. ആദ്യ റൗണ്ടിൽ കൃത്യമായി 21, 20, 12 എന്ന കക്ഷിനില പോലെ തന്നെ വോട്ടിംഗ് പാറ്റേൺ വന്നു. അതിനുശേഷം 1ഉം 2ഉം സ്ഥാനങ്ങളിലുള്ളവരെയാണ് പിന്നീട് മത്സരിക്കാൻ തെരഞ്ഞെടുത്തത്. അതിൽ UDF 2ാം റൗണ്ടിൽ വിട്ടുനിന്നു. എന്തായാലും ബി.ജെ.പി ആദ്യമായി തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. P.L. ബാബുവാണ് ചെയർമാനായി വന്നിരിക്കുന്നത്. നേരത്തെ ബി.ജെ.പി കഴിഞ്ഞ തവണ 2ാം കക്ഷിയായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി ബി.ജെ.പി തൃപ്പൂണിത്തുറയിൽ ഭരണം പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ചെയർമാനായി P.L. ബാബുവിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. നേരത്തെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ചില അസ്വാരസ്യങ്ങളൊക്കെ ബി.ജെ.പിയിൽ ഉണ്ടായിരുന്നു. അതിൽ പല പേരുകളും ഒക്കെ വന്നിരുന്നു. എന്തായാലും വൈസ് ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് ഇതിന് ശേഷമായിരിക്കും നടക്കുക. എന്തായാലും തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയിൽ ബി.ജെ.പി ഇപ്പോൾ അധികാരത്തിലേക്ക് എത്തിയിരിക്കുന്നു. കക്ഷിനില ഇപ്പോൾ വോട്ടിംഗ് വന്നത് 21 അംഗങ്ങളാണ് ബി.ജെ.പിക്കുള്ളത്. ആ 21 വോട്ടുകൾ കൗൺസിലർമാർ കൃത്യമായി ബി.ജെ.പിക്ക് തന്നെ വോട്ട് ചെയ്തപ്പോൾ 2 അംഗങ്ങളുടെ വോട്ട്, LDFിന്റെ വോട്ട് അസാധുവായത് എങ്ങനെ? അസാധുവായതാണോ? അത് എന്തായാലും അറിയേണ്ടതുണ്ട്. AK ഹഫീസ് മേയർ എന്ന ബോർഡ് സ്ഥാപിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. ബി.ജെ.പിയെ സംബന്ധിച്ച് എറണാകുളം ജില്ലയിലെ ആദ്യത്തെ വലിയ പ്രധാനപ്പെട്ട വിജയമാണ്. ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉള്ള വിജയമാണ് ബി.ജെ.പിയെ സംബന്ധിച്ച്. തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ബി.ജെ.പി പിടിച്ചിരിക്കുന്നു. തൃപ്പൂണിത്തുറ മുനിസിപ്പൽ ചെയർമാനായി P.L. ബാബു വരുന്നു.